ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ഗുംന സൈഡിലേക്കാണ്. അവിടെയുള്ള ഹരുണ ഷ്രൈൻ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഹരുണ ഷ്രൈൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ നിന്നുള്ള വ്യൂ ആണിത്. ഈ കാണുന്ന പാലത്തിൽ കൂടെ കയറിയിട്ട് വേണം നമുക്ക് ഷ്രൈൻ്റെ, അതായത് അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അമ്പലത്തിലേക്കുള്ള എൻട്രൻസ്. ഈ അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ അമ്പലം ഉണ്ടാക്കിയത് 927 AD കാലഘട്ടത്തിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നടന്നു പോകുന്ന വഴിയുടെ പാരലായിട്ട് ഒരു നദിയും പോകുന്നുണ്ട്, ഒരു അരുവി, കൂടെ വെള്ളച്ചാട്ടവും. നമ്മൾ പോകുമ്പോൾ ചെറുതായിട്ടൊരു മഴയുണ്ടായിരുന്നു. നമുക്ക് പോകുമ്പോൾ അരുവിയും വെള്ളച്ചാട്ടമൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റും. എപ്പോഴും ഇവിടെ അതിൻ്റെ സൗണ്ട് ഉണ്ടാവും. പിന്നെ നമുക്ക് പോണ വഴിയിൽ ലാഫിംഗ് ബുദ്ധനെ കാണാം. ഇതിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധയുടെ വയറിൽ തടവി കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നതാണ്. എല്ലാവരും തടവി ബുദ്ധയുടെ വയറിൻ്റെ കളറും മാറിയിട്ടുണ്ട്. 700 മീറ്ററോളം നടന്നിട്ട് വേണം നമുക്ക് ഷ്രൈൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിയിലെല്ലാം ധാരാളം സിഡർ മരങ്ങൾ കാണാൻ പറ്റും. അതും ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങളാണ്. ഈ അമ്പലത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് പെട്ടെന്ന് കല്യാണം നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ജോലിയുടെ കാര്യങ്ങൾ, ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നന്നായിട്ട് ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവിടുത്തെ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നത്. ഈ ഭാഗത്ത് ധാരാളം പാറകൾ നമുക്ക് കാണാൻ പറ്റും. ചില ഭാഗത്ത് അമ്പലത്തിൻ്റെ ഒരു വാളായിട്ട് വരുന്നത് ഒരു പാറയായിട്ട് കാണാം. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ പാറ ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ ഹോളാണ്. ആ ഹോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒറ്റ പാറ വെച്ചിട്ടാണ്. നിർഭാഗ്യവശാൽ എന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ റിനോവേഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, ഈ മലയിടുക്കിലൂടെ ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട്. ഈ വെള്ളം മലയിലൂടെ വരുന്ന വെള്ളമാണ്, ഉറവയിലൂടെ വരുന്ന വെള്ളമാണ്. ഈ വെള്ളം തന്നെയാണ് നമ്മൾ അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് ശുദ്ധമായിട്ട് ഇരിക്കാൻ, കൈയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ അരുവിയിലൂടെ ഒഴുകി പോവുകയും ചെയ്യും. ഇതൊരു വലിയ സിഡർ മരമാണ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരമാണ്. ഇതിൻ്റെ വലതുവശത്തെ കൂടി മുകളിലേക്ക് പോകുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഷ്രൈൻ്റെ അകത്തേക്ക് കയറുന്നത്. ഇത് താഴേക്ക് പോകുന്ന വഴിയാണ്. അമ്പലത്തിനകത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ജാപ്പനീസ് കോമിക്സും അതുപോലെ അനിമേ സീരീസും ഒക്കെ കാണുന്ന ആളുകൾക്ക് ഈ സ്ഥലം നല്ല പരിചയം ഉണ്ടാവും. അങ്ങനെ നടന്ന് നമ്മൾ നേരെ വിശ്രമിക്കാനുള്ള ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നടന്ന് ക്ഷീണിക്കുന്നവർക്കും അതുപോലെ തന്നെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊക്കെ ആയിട്ട് ഇവിടെ നമുക്ക് വിശ്രമിക്കാം. ഇതിൻ്റെ പുറത്തേക്ക്, ജനലിൻ്റെ പുറത്തേക്ക് നോക്കിയുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയുടെ സൗണ്ടും എവിടെ നോക്കിയാലും കാണുന്ന ഈ പച്ചപ്പും അതുപോലെ നല്ല ഫ്രഷ് എയറും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു സ്ഥലമായിരുന്നു അത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ്. ഇനി പോകുന്നത് ഹരുണ ലേക്കിലേക്കാണ്. പക്ഷേ എപ്പോഴേക്കും മഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു. കോടമഞ്ഞായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന സാധനം പോലും കാണാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ ലേക്കിനടുത്ത് എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ തീരെ വിചാരിച്ചിരുന്നില്ല, ടോക്കിയോയിലെ കാലാവസ്ഥയല്ല ഇവിടെ, നല്ല തണുപ്പ്. അതുകൊണ്ട് നമ്മൾ ഡ്രസ്സൊന്നും കരുതിയില്ല. ഇവിടുന്ന് നേരെ കാണുന്നത് ഒരു ലേക്കാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതാണ് അവസ്ഥ. ഒന്നും കാണാൻ പറ്റണില്ല. നമുക്കൊരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വിസിബിലിറ്റി ഇല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേഗം വണ്ടി എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലേക്കിന് ചുറ്റും പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയും കാര്യമായിട്ടൊന്നും കാണുന്നില്ല, എന്നാലും നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ലേക്കിലേക്ക് നേരെ ഇറങ്ങാൻ പറ്റുന്നതാണ്.
അങ്ങനെ നമ്മൾ പതുക്കെ ഇറങ്ങാൻ നോക്കി, പക്ഷേ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ഇവിടെ ഒരാൾ ചൂണ്ടിയിടുന്നുണ്ട്. ഇവിടെ എപ്പോഴും ചൂണ്ടിയിടാനൊക്കെ കുറേ പേര് വരുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുണ്ട്, അതുപോലെ ഉച്ച സമയമായിട്ടുണ്ട്. നല്ല വിശക്കണമുണ്ട്. വീട്ടിൽ നിന്ന് പൊതിച്ചോറൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഭക്ഷണം കഴിച്ചിട്ട് കാണാം. പക്ഷേ മഴ കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളൊക്കെ മാറി കേട്ടോ. നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. എന്നാലും മഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, എന്നാൽ പോലും നേരത്തെ പോലെ ഒട്ടും കാണാൻ പറ്റാത്ത അവസ്ഥയല്ല. ഇനിയിപ്പോൾ പോണ വഴിയൊക്കെ നേരത്തെ നിന്നും വ്യത്യാസമായിട്ട് ഇപ്പോൾ കാണാൻ പറ്റും. ഈ ലേക്കിലെ പ്രധാന ആകർഷകം എന്ന് പറയുന്നത് താറാവ് ബോട്ടാണ്. അതായത് താറാവിൻ്റെ ഷേപ്പിലുള്ള ബോട്ടാണ്. അതൊരു പെഡൽ ബോട്ടാണ്. അതിൽ കയറി നമുക്ക് തടാകത്തിൽ മുഴുവനും കറങ്ങി നടക്കാം. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ ഈ സർവീസ് ഇന്ന് ഇല്ലായിരുന്നു, മഞ്ഞായതുകൊണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഇക്കാഹോ ഷ്രൈനിലേക്കാണ്. ഇക്കാഹോ ഷ്രൈൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പടവുകളാണ്. 400 കല്ല് കയറിയിട്ട് വേണം, കൽപ്പടി കയറിയിട്ട് വേണം നമുക്ക് ഈ ഷ്രൈൻ്റെ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഓഫ് സ്പ്രിങ് വാട്ടർ ഉണ്ടാവും. ഇവിടുന്ന് മുകളിൽ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയുണ്ട്. രാത്രിയായി തുടങ്ങി. ഇനി പതുക്കെ വീട്ടിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.